ഹായ് ഓൾ, എല്ലാവർക്കും PMK എഡ്യൂമീഡിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് വുമൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഓൺട്രപ്രണർഷിപ്പ്. ഓൺട്രപ്രണർഷിപ്പിൽ വുമൺ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്ന സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. ആദ്യത്തെ പോയിൻ്റാണ് ഇക്കണോമിക് ഗ്രോത്ത്. സ്ത്രീകൾ ധാരാളമായിട്ട് ഈ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. എങ്ങനെയെന്ന് നോക്കാം. വുമൺ ഓൺട്രപ്രണേഴ്സ് ഡ്രൈവ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ബൈ ക്രിയേറ്റിംഗ് ബിസിനസ് ആൻഡ് ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ്. അതായത് സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ബിസിനസ്സുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർ ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സമൂഹത്തിലേക്ക് നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജെൻഡർ ഡൈവേഴ്സിറ്റി ഫോസ്റ്റേഴ്സ് ഇന്നൊവേഷൻ ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ്. ഇങ്ങനെ സ്ത്രീകൾ കൂടി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ബിസിനസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇന്നൊവേഷൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതിനും അത് ആഗോളതലത്തിൽ മത്സരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാവുന്നുണ്ട്. ഇങ്ങനെ മത്സരാത്മകമായിട്ടുള്ള ഒരു ലോകത്തുകൂടി നമ്മൾ പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ എക്കണോമിക് ഗ്രോത്ത് വർദ്ധിക്കും എന്നതിലൊരു സംശയവും വേണ്ട. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസിൽ പറയുന്നത്. ഇനി രണ്ടാമത്തേത് നോക്കാം നമുക്ക്. രണ്ടാമത്തേതാണ് റിഡക്ഷൻ ഓഫ് ജെൻഡർ ഇനീക്വാലിറ്റി. ജെൻഡർ ഇനീക്വാലിറ്റി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ജെൻഡർ ഇനീക്വാലിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ കാണുന്നില്ല, നമ്മുടെ സൊസൈറ്റി ഒരേ രീതിയിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വുമൺ ഓൺട്രപ്രണേഴ്സ് ധാരാളമായി വരുന്ന സമയത്ത് അവർക്കിടയിൽ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ, അതായത് സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്നുള്ളൊരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എൻകറേജസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് എംപവർമെൻറ്റ് എമംഗ് വുമൺ. ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളൊക്കെ തന്നെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു സ്ത്രീ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ അച്ഛനെയോ ഒക്കെ ആയിരിക്കും ആശ്രയിക്കുന്നത്. പക്ഷേ ഇവർ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി കൈവരിക്കാൻ പറ്റും. പിന്നെ അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെ നമുക്കൊരു ജെൻഡർ ഇനീക്വാലിറ്റി ഇവിടെ നിന്നും റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പോയിൻ്റാണ്. ഇനി അടുത്തതാണ് സോഷ്യൽ ഇമ്പാക്റ്റ്. സമൂഹത്തിലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. വുമൺ ലെഡ് ബിസിനസ് അഡ്രസ് കമ്മ്യൂണിറ്റി ചാലഞ്ചസ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇപ്പോൾ സ്ത്രീകൾ സമൂഹത്തിലേക്ക് ബിസിനസ്സുമായി ഇറങ്ങുന്ന സമയത്ത് പല കാര്യങ്ങളും അവർ നേരിടേണ്ടി വരും. ഉദാഹരണത്തിന് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, എഡ്യൂക്കേഷന്, സസ്റ്റൈനബിലിറ്റി, ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ തന്നെ ഇവർ കടന്നു ചെല്ലുന്ന സമയത്ത് സാമൂഹികപരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏർണിങ്സ് ആർ ഓഫൺ റീഇൻവെസ്റ്റഡ് ഇൻ ടു ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആർ ക്രിയേറ്റിംഗ് വൈഡ് സ്പ്രെഡ് സോഷ്യൽ ബെനിഫിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇവർ ഏൺ ചെയ്യുന്ന പണം ഇവരുടെ കുടുംബത്തിലേക്കും കമ്മ്യൂണിറ്റിയിലേക്കും ഒക്കെ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും സാമൂഹികമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പാക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത പോയിൻ്റാണ് ഇൻസ്പിറേഷൻ ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവി തലമുറയ്ക്ക് ഇതൊരു ഇൻസ്പിറേഷനായി മാറും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് വളരെ കുറഞ്ഞ സ്ത്രീകൾ മാത്രമാണ് ഓൺട്രപ്രണർഷിപ്പിലേക്കൊക്കെ കടന്നു വരുന്നത്. മറ്റുള്ള ആളുകൾ മടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി പ്രാരാബ്ദം കൊണ്ടോ ഒക്കെ തന്നെ അവർ ഈ ഓൺട്രപ്രണർഷിപ്പ് മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതലായിട്ടും ഈ ഓൺട്രപ്രണർഷിപ്പ് മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ പുതുതലമുറയ്ക്ക് അതൊരു ഇൻസ്പിറേഷനായി മാറും. കുറേ ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ അത് സഹിച്ചിട്ട് അവർ ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യാൻ വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇൻസ്പിറേഷൻസ് യൂത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഫീമെയിൽ ഓൺട്രപ്രണേഴ്സ് ആക്ട് ആസ് എ റോൾ മോഡൽ എൻകറേജിങ് യങ് വുമൻ ടു പ്രഷർ ദെയർ ambitions.
പല യങ് വുമൻസിനും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ റോൾ മോഡൽ ആക്കുന്നതിന് ഇത്തരത്തിലുള്ള ഓൺട്രപ്രണേഴ്സ് ഒരു പ്രചോദനമായി മാറുന്നു എന്നുള്ളതാണ്. ഇൻക്രീസ്ഡ് വിസിബിലിറ്റി പ്രൊമോട്ട് ഇൻക്ലൂസിവിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഇനി അടുത്ത പോയിൻ്റാണ് ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ്. സ്ത്രീകൾക്കിടയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ ലീഡർഷിപ്പ്, നേതൃത്വം നൽകുന്നതിനുള്ള പാടവം, ഇതൊക്കെ ഓൺട്രപ്രണർഷിപ്പുമായി മുന്നോട്ട് വരുന്ന സമയത്ത് വർദ്ധിക്കും, അല്ലെങ്കിൽ അത് വളരുന്നതിന് കാരണമാവും എന്നുള്ളതൊരു സത്യമാണ്. വുമൻ ബ്രിങ് യുണീക്ക് ആൻഡ് പ്രോസ്പെക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഇത്തരത്തിൽ ഓൺട്രപ്രണർഷിപ്പുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്കിടയിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ വളർത്തിയെടുക്കാനും അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഇവർക്ക് സാധിക്കും. എൻഹാൻസ് ടീം ഡൈനാമിക്സ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു സസ്റ്റെയിൻ ബിസിനസ് സൊല്യൂഷൻസ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സിലാണ് സിഗ്നിഫിക്കൻസ് ഓഫ് വുമൻ ഇൻവോൾവ്മെൻറ്റ്സ് ഇൻ ഓൺട്രപ്രണർഷിപ്പ്. വുമൻസ് ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഈ സിഗ്നിഫിക്കൻസുകളാണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മേഖല നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.